ഹരി ഓം. അധ്യായം 2. ശ്രീ ഗോലോക വിവരണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: പണ്ട് പല ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും മനുഷ്യരുടെയും ഭാരത്താൽ ക്ലേശിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് തൻ്റെ കഷ്ടങ്ങൾ വിവരിച്ച് ബ്രഹ്മാവിൽ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭൂമിദേവിയെ ആശ്വസിപ്പിച്ച് ശിവനെയും മറ്റ് ദേവന്മാരെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ മുൻപിൽ വണങ്ങി തൻ്റെ വരവിൻ്റെ കാരണം വിവരിച്ചു. അപ്പോൾ സർവോത്തമനായ വിഷ്ണു ഭഗവാൻ പറഞ്ഞു: അസംഖ്യം പ്രപഞ്ചങ്ങളുടെ നാഥനായ ശ്രീകൃഷ്ണൻ ഇല്ലാതെ ഈ പ്രശ്നം തീരുകയില്ല. നിങ്ങൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോവുക. ഇതു കേട്ട് ശ്രീ ബ്രഹ്മാവ് ചോദിച്ചു: അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാളെ ഞങ്ങൾ അറിയുകയില്ല. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം കാണിച്ചു തരുമോ? ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ഹരി ശ്രീകൃഷ്ണൻ്റെ ധാമത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവിടേക്കായി പോയ വഴിയിൽ അവർ അനേകം ബ്രഹ്മാണ്ഡങ്ങൾ ദർശിച്ചു. അവയെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട അവർ ലക്ഷക്കണക്കിന് യോജനകൾക്കപ്പുറത്തായി 8 നഗരങ്ങളും അവയ്ക്ക് മുകളിലായി വെളുത്ത തിരമാലകളുള്ള വിരജാ നദീതീരവും കാണാൻ ഇടയായി. ആ പ്രദേശത്തിൻ്റെ ശോഭ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്ത അവർ എത്തിച്ചേർന്നത് കോടിക്കണക്കിന് സൂര്യപ്രഭ ചൊരിയുന്ന ഒരു നഗരത്തിലായിരുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് അതിമനോഹരമായ ഒരു തേജസ് ദൃശ്യമായി. ബ്രഹ്മാവ് ആ തേജസ്സിനെ നമസ്കരിച്ചു. അവിടെ വെളുത്ത നിറമാർന്നതും എണ്ണമറ്റ മുഖങ്ങൾ ഉള്ളതുമായ ആദിശേഷമൂർത്തിയും അതിൻ്റെ മടിയിലായി ഗോലോക വൃന്ദാവനവും കാണപ്പെട്ടു. വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ അവരെ ദ്വാരപാലികമാർ തടഞ്ഞു. മഹാവിഷ്ണു, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവരോട് കൂടി മറ്റ് ദേവന്മാർ ശ്രീകൃഷ്ണനെ കാണുവാൻ വന്നിരിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ ആ ദ്വാരപാലികമാർ അവരോട് ഏത് ബ്രഹ്മാണ്ഡത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ദേവന്മാർ നിന്നപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു: വാമനാവതാരവും വൃഷ്ണിഗർഭാവതാരവും ഉണ്ടായത് ഏതൊരു ബ്രഹ്മാണ്ഡത്തിലാണോ അവിടെ നിന്നുമാണ് ഞങ്ങൾ വരുന്നത്. അനന്തരം ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരിയായ ശതചന്ദ്രാനന എന്ന പെൺകുട്ടിയുടെ അനുവാദപ്രകാരം അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ അവർക്ക് ഗോലോകധാമം കാണുവാൻ സാധിച്ചു. അവിടെ അതിമനോഹരമായ വൃന്ദാവനവും യമുനാ നദിയും ഗോവർദ്ധനൻ എന്ന പർവ്വതരാജനെയും അവർ കണ്ടു. അനേകം പശുക്കൾ, പശുക്കുട്ടികൾ, മനോഹരങ്ങളായ വൃക്ഷങ്ങൾ, വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ, അവയിൽ തേൻ നുകരുന്ന വണ്ടുകൾ എന്നിവയും ഓടക്കുഴൽ കൈകളിലേന്തിയ ഗോപന്മാരെയും അവർ കണ്ടു. ഈ നയനമനോഹരമായ കാഴ്ചകൾ കണ്ട് ദേവാദികൾ ആശ്ചര്യചകിതരായി. ശേഷം അവിടെയുള്ള ദിവ്യമായ ഒരു നികുഞ്ചത്തിലേക്ക് അവർ കടന്നു ചെന്നു. ആ നികുഞ്ചത്തിൽ അവർക്ക് കാണാൻ സാധിച്ചത് 1000 ദളങ്ങളുള്ള ഒരു താമരപ്പൂവും അതിനു മുകളിലായി 16 ദളങ്ങളും അതിനും മുകളിലായി 8 ദളങ്ങളുള്ള താമരപ്പൂക്കളും അതിനെല്ലാം ഉപരിയായി കൗസ്തുഭരത്നങ്ങളാൽ നിർമ്മിതമായ ശോഭനമായ ഒരു സിംഹാസനവുമായിരുന്നു. ആ സിംഹാസനത്തിൽ ശ്രീ രാധികാദേവിയോട് കൂടി ഉപവിഷ്ടനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയും അവർ കണ്ടു. ഗോപന്മാരാൽ ചുറ്റപ്പെട്ട് വലതു കൈയിൽ ഓടക്കുഴലേന്തി മന്ദഹാസം തൂകിക്കൊണ്ടുള്ള ഭഗവാനെ കണ്ട അവർ അത്യധികം ആനന്ദത്തിൽ മുഴുകി. തുടർന്ന് എല്ലാ ദേവന്മാരും വിനീതഭാവത്തോടെ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് പ്രണമിച്ചു. ഇവിടെ
ഒന്നാം ഖണ്ഡത്തിലെ 2-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.